ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മിനി പമ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറ്റിപ്പുറത്തുള്ള മല്ലൂർ ശിവ ടെമ്പിൾ എന്ന ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശിവപ്രതിമയുണ്ട്. ഈ പ്രതിമ നിൽക്കുന്ന പ്ലേസ് ഇത് എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയിലേക്ക് നോക്കിയാണ്ടാണ് ഈ പ്രതിമ നിൽക്കുന്നത്. ഈ പ്രതിമയുടെ പ്രത്യേകത അതിമനോഹരമായിരുന്നു. ഈ പ്രതിമ ആദ്യം കാണാനുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രതിമ പറ്റ മോശമായിട്ടുണ്ട്. കാരണം പ്രതിമ ഫുള്ള് ഈ കാക്കകളും അതുപോലെ പക്ഷികളും കാഷ്ടിച്ച് ആകെ വൃത്തികേട രീതിയിലാണ് ഈ പ്രതിമ ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊരു മെയിൻ്റെനൻസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അറിയുമോ. കാരണം ഈ പാലത്തുമ്മ കൂടി പോകുന്നവർക്ക് തീർച്ചയായും കാണാൻ പറ്റുന്നൊരു പ്രതിമ തന്നെയാണ് ഈ ശിവപ്രതിമ എന്നത്. ഈ ശിവപ്രതിമ കാണുമ്പോൾ നമ്മൾ തീർച്ചയായും ഇവിടെ വണ്ടി നിർത്തി ഇത് ഇവിടെ വന്നൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലവരും. അതുകൊണ്ട് തന്നെ ഈ പ്രതിമ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഈ പ്ലേസൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവും കാര്യങ്ങളുള്ളൊരു സ്ഥലം തന്നെയാണ് ഭാരതപ്പുഴയ്ക്കടുത്തുള്ള കുറ്റിപ്പുറത്തുള്ള മല്ലൂർ ശിവ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് ഭാരതപ്പുഴയുടെ മനോഹാരിത ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളിത് കൂടി പോകുന്നൊരു വ്യക്തിയാണ് തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഭാരതപ്പുഴയ്ക്കടുത്തുള്ള മല്ലൂർ ശിവ ടെമ്പിൾ എന്നറിയപ്പെടുന്ന മിനി പമ്പ. അത്യാവശ്യം മനോഹര രീതിയിലാണ് ഇതെല്ലാം ഒരുക്കിയത്. പക്ഷേ ഇവിടെ ഇവർ ഇല്ല എന്നാണ് നമുക്ക് പോയത്. കാരണം ഈ ശിവപ്രതിമ തന്നെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ ആളുകളെ കൊണ്ട് നിറയും തന്നെ ചെയ്യും. എന്നാൽ പോലും ഇവർ വൃത്തിയാക്കാതെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇവിടെ ആളുകൾ ആരും വരാത്തത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മിനി പമ്പ എന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് അറിയണ്ടാവും, മിനി പമ്പ എന്നാൽ അത്യാവശ്യം നമ്മളുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഒരു ക്ഷേത്രമാണ് ഈ മിനി പമ്പ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ മിനി പമ്പേൻ്റെ അവസ്ഥ കാണുമ്പോൾ ഭയങ്കര പരിതാപകരമാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇരിപ്പും കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റ് ഏരിയ ആയിട്ടൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷേ എന്നാലും അതൊന്നും വൃത്തിയാക്കി നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ എന്ത് ഭംഗി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ശിവപ്രതിമ അത്യാവശ്യം മോശ രീതിയിലാണ് ഇപ്പോൾ ആ പ്രതിമ ഉള്ളത്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പക്ഷെ നല്ല രീതിയിൽ കൊണ്ടുപോയി തന്നെ ഭംഗി കൂടുതലായിരിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ ആണത് പ്രതിമ തന്നെയാണ് ഈ പമ്പാറുന്നത്.